പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 6. ഒരുപാട് കാലമായി ഡിസംബർ 6 ഇന്ത്യക്കാർ ഓർക്കുന്നത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുടെ ദിവസം എന്നാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ അംബേദ്കറിൻ്റെ 64ാം ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ഒരു കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ മൂന്ന് കാര്യങ്ങളും തമ്മിൽ ഡിസംബർ 6 ഒരു പ്രത്യേക ബന്ധമുണ്ട്. കാരണം ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യയുടെ ഭരണഘടനയിൽ മതേതര ഇന്ത്യയാണ്. മതേതരത്തിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു ഭരണഘടന. കാരണം നിരവധി ജാതികളും മതങ്ങളും ഉപജാതികളുമുള്ള ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്തുന്നത് ഇന്ത്യയുടെ ഈ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ നെഞ്ചിൽ കടാര ഇറക്കിക്കൊണ്ടാണ് 32 വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അവിടെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതാരും ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ല. ഇവിടെ ഇതൊരു വിഷയമാകുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം തകർത്ത് അവിടെ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ ആരാധനാലയം ഉണ്ടാക്കിയത് RSS ആണ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘമാണ്. അവർ ഇന്ത്യയിലെ ഹിന്ദുവിനെ 4ആയി തിരിച്ചവരൊക്കെയാണ്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഈ RSSൻ്റെ രാഷ്ട്രീയ മുഖമായ BJP ഇന്ത്യ ഭരിക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ BJP പ്രധാനപ്പെട്ട ആയുധമാക്കി വോട്ടിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കി, രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ്. അതേ സമയത്ത് നിങ്ങൾ മാത്രം അതിൻ്റെ അവകാശവാദം ഉന്നയിക്കേണ്ട എന്ന് പറയുന്ന മറ്റൊരു സംഘടന കൂടി ഇന്ത്യയിലുണ്ടായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ സംഘടനയുടെ പേര് വർത്തമാനകാല ഇന്ത്യയിൽ കോൺഗ്രസ് എന്നാണ്. ആ കോൺഗ്രസിൻ്റെ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ദിഗ്വിജയ് സിംഗിൻ്റെ പ്രസ്താവന പത്രങ്ങളിലും വാർത്തകൾ, വാക്കുകൾ, വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ കേട്ടാണ്. അദ്ദേഹം പറഞ്ഞു BJPക്കാരോട്, RSSകാരോട്, നിങ്ങൾ മാത്രം ഇതിൻ്റെ അവകാശം ഉന്നയിക്കേണ്ട. കാരണം ഈ രാമക്ഷേത്രം ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട്. 1982 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന രാജീവ് ഗാന്ധി ഈ ബാബരി മസ്ജിദിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുത്ത് ശിലാന്യാസം നടത്താനും അവിടെ പൂജ നടത്താനുമുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഞങ്ങളാണ്. മാത്രമല്ല, അവിടെ വെച്ചാണ് ഞങ്ങളന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ അതിനെ തടുക്കാൻ കഴിയുന്ന വലിയ ശക്തിയുള്ള ഇന്ത്യയുടെ സൈനികരുണ്ട്, അർദ്ധസൈനികരുണ്ട്. അവരെ ബാരക്കുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന, കോൺഗ്രസ് നേതാവായിരുന്ന, പ്രസിഡൻ്റായിരുന്ന നരസിംഹറാവു ആണ്. അതുകൊണ്ട് കോൺഗ്രസിന് അവകാശപ്പെടാം. അവകാശവാദത്തിൽ തെറ്റൊന്നുമില്ല. കാരണം ബാബരി മസ്ജിദ് തകർക്കുന്നതിനും അവിടെ പകരം രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിനുമുള്ള അടിസ്ഥാനപരമായ സൗകര്യം, അടിത്തറ ഒരുക്കി കൊടുത്തത് ഞങ്ങളാണ് എന്ന് കോൺഗ്രസിന് ശരിക്കും അവകാശപ്പെടാം. ആ അവകാശമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. എൻ്റെ വിഷയം, ഈ ദിവസം ഡിസംബർ 6 കേരളത്തിൻ്റെ തെരുവീതികളിൽ ഇന്ന് നമ്മൾ കാണാം ചില സംഘടനകൾ ബാബരി മസ്ജിദിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കി വരുന്നത്. ആ സംഘടനകൾ ഏതൊക്കെയാണ് എന്നൊന്ന് പരിചയപ്പെടാം. 1 മുസ്ലിം ലീഗ്, 2 ജമാഅത്തെ ഇസ്ലാമി, 3 SDPI. എന്തുകൊണ്ടാണ് ഞാൻ ഇവരുടെ പേര് പറയുന്നത്? ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ശിലാസ്ഥാപനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നിർവഹിക്കുമ്പോൾ വിതുമ്പിക്കരഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് പ്രിയങ്ക ഗാന്ധി. ആ പെൺകുട്ടിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടിക്ക് പിന്തുണ കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. അതുപോലെ തന്നെ മതവർഗീയവാദികളുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി, SDPI. എന്തിനായിരുന്നു പ്രിയങ്ക ഗാന്ധി വിതുമ്പിക്കരഞ്ഞിരുന്നത്? ബാബരി മസ്ജിദ് തകർന്നതിൻ്റെ പേരിലാണോ? അല്ല. ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുമ്പോൾ ആ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചില്ല. അതിലെനിക്ക് പ്രയാസമുണ്ട്, എനിക്ക് വലിയ സങ്കടമുണ്ട്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വിതുമ്പിക്കരഞ്ഞത്. പക്ഷേ ആ പെൺകുട്ടി കരച്ചിൽ ഒതുക്കിയില്ല. അവർ കർമ്മപദത്തിലേക്ക് കടന്നു. എന്താണ് കർമ്മപദം? ആ രാമക്ഷേത്രം ഉണ്ടാക്കുന്നിടത്തേക്ക് തന്നെ ക്ഷണിച്ചില്ലെങ്കിലും അതിൻ്റെ ശിലാസ്ഥാപനത്തിന്, നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേകം പൂജിച്ച 3 വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞു, രാമക്ഷേത്രം എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു. ആരാ പ്രിയങ്ക ഗാന്ധിയുടെ അച്ഛൻ? ഞാൻ നേരത്തെ പറഞ്ഞ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു, എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളി ഇഷ്ടിക കൊടുത്തയക്കുന്നത്. മധ്യപ്രദേശിൻ്റെ മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് പ്രിയങ്ക ഗാന്ധി അനുകരിച്ച് 11 വെള്ളി ഇഷ്ടികൾ കൊടുത്തയച്ചു രാമക്ഷേത്രം ഉണ്ടാക്കാൻ. 1,10,10,000 രൂപയും കൊടുത്തു.
അങ്ങനെ പടുത്തുയർത്തിയതാണ് രാമക്ഷേത്രം, ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ രാമക്ഷേത്രം. ആ പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ന് ബാബരി മസ്ജിദിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കി ഇന്ന് തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്ന മുസ്ലിം ലീഗ് ഇന്ത്യയിലെ മതേതരത്വം തകർത്തു, ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിന്റെ ആരാധനാലയം തകർത്തു, അവിടെ RSS ക്ഷേത്രം ഉണ്ടാക്കി എന്നൊക്കെ വലിയ വായിൽ ഇന്ന് അവർ തെരുവിലിറങ്ങി മുസ്ലിം സമുദായത്തിന്റെയും ആളുകളുടെ മുമ്പിലൊക്കെ പ്രസംഗിച്ചു വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ രാമക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ ബാബരി മസ്ജിദ് തകർക്കണം. ആ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്ത പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണം, സകല മുസ്ലിം വീടുകളിലും കയറി അവർക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച ഈ നപുംസകങ്ങളെ തിരിച്ചറിയണ്ടേ? ഇവരേത് മതേതരത്വമാണ് പറയുന്നത്? ഏത് മതേതരത്വമാണ് പറയുന്നത്? രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിച്ചു, CPM ഇടതുപക്ഷത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തു, നോ, ഞങ്ങൾ വരികില്ല. എന്തുകൊണ്ടാണ്? ഒരു ക്ഷേത്രോത്സവത്തിൽ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അത് മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയം തകർത്തിട്ടാണ് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? പോവണമെന്നും പോവണ്ട എന്നും വളരെ വ്യക്തമായി ഒന്നും തീരുമാനിക്കാതെ ഒരു അർദ്ധ മനസ്സോടെ പോവണ്ട എന്ന് പറഞ്ഞപ്പോഴും ഹിമാചൽ പ്രദേശിലെ മന്ത്രിമാരടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ MLA-മാർ, MP-മാർ, കോൺഗ്രസ് നേതാക്കൾ സകലരും പങ്കെടുത്തു. നിങ്ങൾ നോക്ക്, ഇടതുപക്ഷത്തിൻ്റെ നയമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്ന് വളരെ വ്യക്തമല്ലേ? രാമക്ഷേത്രത്തിന്റെ പേരിൽ അങ്ങ് അടിച്ചു കയറി കളയാമെന്ന് വിചാരിച്ചിരുന്ന BJP 340 നിന്ന് 240 കുറഞ്ഞ് സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഇന്ത്യ ഭരിക്കേണ്ട ഗതികേട് അവർക്കുണ്ടായി. ഇതേ ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കി അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ RSSന്റെ രാഷ്ട്രീയ മുഖമായ BJPയെ അവിടുത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തി. 94% ഹിന്ദു മതവിശ്വാസികൾ ഉള്ള മണ്ഡലത്തിൽ എന്നാണ് പ്രത്യേകത. 65,000 വോട്ടിന് അവർ BJPയെ തോൽപ്പിച്ച് പകരം ജയിപ്പിച്ചത് സമാജ്വാദി പാർട്ടിയെ. തൊട്ടടുത്ത മണ്ഡലത്തിൽ രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാന്റെ മകനെ 96% ഹിന്ദു മതവിശ്വാസികൾ, യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളുള്ള മണ്ഡലത്തിൽ അവർ പരാജയപ്പെടുത്തിയത്. 1,40,000-ലധികം വോട്ടിന് പകരം ജയിപ്പിച്ചത് സമാജ്വാദി പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ യഥാർത്ഥ മതേതര വിശ്വാസികളുടെ മനസ്സിൽ, ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടന മനസ്സിലുള്ള യഥാർത്ഥ മതവിശ്വാസികളുടെ മനസ്സിൽ BJPക്കെതിരെയാണ് വികാരം. അവർ രാമക്ഷേത്രത്തിന് അനുകൂലമായിട്ടല്ല വികാരം. പക്ഷേ രാമക്ഷേത്രം അച്ഛൻ്റെ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന പ്രിയങ്കയുടെ വികാരത്തോടൊപ്പമാണ് മുസ്ലിം ലീഗ് ഉള്ളത്, SDPI ഉള്ളത്, ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. അവരെ ഇന്ന് കേരളത്തിൻ്റെ തെരുവീതികളിൽ കാണാം രാമക്ഷേത്രത്തിൻ്റെ ബാബരി മസ്ജിദിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അവരെ തിരിച്ചറിയണം. ഞങ്ങൾ ഇടതുപക്ഷത്തിന് വളരെ വ്യക്തമായ ഒരു നയം അതിലുണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ വരികില്ല എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ആ നയമാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളടക്കം എടുത്തിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പും അയോധ്യയിലും പരിസരത്തും നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരങ്ങളും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അനുബന്ധമായിട്ടുണ്ട് കലാപങ്ങളിൽ ഡൽഹിയിലടക്കം നിരവധി പള്ളികളും മുസ്ലിം വീടുകളും തകർക്കാൻ ബുൾഡോസറുകൾ ഇരച്ചു വന്നപ്പോൾ ആ ബുൾഡോസറുകളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന ഒരു സ്ത്രീയുണ്ട്, ഒരുത്തി. അവരുടെ പേര് ബൃന്ദ കാരാട്ട് എന്നാണ്, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം. ഈ CPMനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം, പകരം പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ ആളുകളാണ് ലീഗും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും. അതുകൊണ്ട് മതേതര വിശ്വാസികൾ ഈ ഡിസംബർ 6 ദിവസത്തിൽ അവരെ തിരിച്ചറിയണം. സംബാൽ പള്ളിയിലടക്കം സർവേ നടന്നുകൊണ്ടിരിക്കുന്നു. അജ്മീർ പള്ളിയടക്കം കാശി വിശ്വനാഥ പ്രദേശത്തടക്കമുള്ള നിരവധി പള്ളികൾ RSS ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. അത് തകർക്കുമ്പോഴും ഇവരിപ്പോൾ പറയും അത് തകർക്കാൻ പാടില്ല. പക്ഷേ കോൺഗ്രസ് അവരുടെ കൂടെ നിൽക്കും. നരസിംഹറാവു ആണ് ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ കഴിയുന്ന പട്ടാളക്കാരോട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് RSSന് കാവലൊരുക്കിയത്. ഈ കേരളത്തിൽ RSSന്റെ കാര്യാലയത്തെ CPM ആക്രമിക്കുമെന്ന് കരുതി ഞാൻ കാവൽ നിന്നിട്ടുണ്ടെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പ്രസംഗിച്ച ഈ K. സുധാകരൻ്റെ പാർട്ടിയെ കോൺഗ്രസിൻ്റെ കൂടെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി, ഈ SDPI, ഈ മുസ്ലിം ലീഗ് എന്ന് മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണം. ഡിസംബർ 6 ഇവരുടെ മുഖത്ത് നോക്കി ഇത് ചോദിക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഡിസംബർ 6 മതേതരത്വത്തിൻ്റെ തകർച്ചയുടെ ദിവസത്തെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ദിവസമായി കാണണം എന്നുകൂടി, മതേതരത്വം സംരക്ഷിക്കാൻ ഡോക്ടർ അംബേദ്കറിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഉണ്ടാകണം എന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.